ഓഹരി വിപണിയിൽ നിന്നും വലിയ ലാഭം ഉണ്ടാക്കിയ കഥകൾ കേട്ടാണ് കൂടുതൽ പേരും ട്രേഡിംഗ് ചെയ്യാനായി പുറപ്പെടുന്നത്. എല്ലാവരും തന്നെ ട്രേഡിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ട്രേഡിംഗ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകളും തിരിച്ചടികളും ഒക്കെ ട്രേഡിംഗ് ചെയ്യുമ്പോഴും ഉണ്ടാകാറുണ്ട്. ഓഹരി വിപണിയിൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ തിരിച്ചടി ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരേ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് പോവുക, ധനനഷ്ടം ഉണ്ടാവുക എന്നതാണ്. ചിലർ വർഷങ്ങളോളം അധ്വാനിച്ച് ഉണ്ടാക്കിയ പണമായിരിക്കും ട്രേഡിംഗ് അറിയാതെ അത് ചെയ്യാൻ ശ്രമിച്ച് നഷ്ടപ്പെടുത്തുന്നത്. ഇങ്ങനെ വലിയ അളവിൽ ക്യാഷ് നഷ്ടപ്പെടുത്തുന്നത് മൂലമാണ് പലർക്കും ട്രേഡിങ്ങിൽ നിലനിൽക്കാൻ കഴിയാത്തത്. സ്വാഭാവികമായും ട്രേഡിങ്ങിൽ നിലനിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത് പഠിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നിലയിലേക്ക് എത്താൻ പറ്റൂ. ആദ്യത്തെ കാര്യം നിലനിൽക്കുക എന്നതാണ്. ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വലിയ അളവിൽ ക്യാപിറ്റൽ നഷ്ടപ്പെടാതെ ട്രേഡിംഗിൽ നിലനിൽക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം, ട്രേഡിംഗ് ഒരിക്കലും വലിയ ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. ട്രേഡിംഗ് പഠിച്ചു തുടങ്ങാൻ ഒരു 10,000 രൂപ ധാരാളം മതി. ഈ 10,000 രൂപ ഉപയോഗിച്ച് ഒരു 100 ട്രേഡൊക്കെ ചെയ്തിട്ട് 1 രൂപയെങ്കിലും കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മാത്രം കൂടുതൽ ക്യാപിറ്റൽ ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തതായി അറിയേണ്ട കാര്യം, 10,000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 2,000 രൂപ മാത്രമേ ആ ട്രേഡിന് വേണ്ടി ഉപയോഗിക്കാവൂ. ഈ കാര്യം ഒരിക്കലും തെറ്റിക്കരുത്. കൂടുതൽ പേരും 10,000 രൂപയും ആദ്യത്തെ കിട്ടുന്ന ട്രേഡിൽ തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്ന രീതി. ഇങ്ങനെ ചെയ്യുന്ന ട്രേഡുകൾ വലിയ നഷ്ടം ഉണ്ടാക്കിയാൽ ട്രേഡറിന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പല ട്രേഡുകളിലും 5,000, 3,000 അങ്ങനെ പല എമൗണ്ടുകൾ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതും ട്രേഡറിന് ഗുണം ചെയ്യുകയില്ല. കാരണം വലിയ എമൗണ്ട് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ വലിയ ലോസ് ഉണ്ടാവുകയും ചെറിയ എമൗണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ ട്രേഡിലും 2,000 രൂപ എന്ന എമൗണ്ട് മാത്രം ഇറക്കി ട്രേഡ് ചെയ്യുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റോപ്പ് ലോസ് ഉപയോഗിക്കുക എന്നതാണത്. 10,000 രൂപ ക്യാപിറ്റൽ ഉള്ള ഒരാൾ ഒരിക്കലും അതിന്റെ 1% 100 രൂപയിൽ കൂടുതൽ ലോസ് ഉണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ 10 ട്രേഡ് അടുപ്പിച്ച് ലോസ് വന്നാലും 10% മാത്രമേ നഷ്ടമുണ്ടാവുകയുള്ളൂ. 3-4 വിജയിക്കുന്ന ട്രേഡുകൾ വരുമ്പോഴത്തേക്ക് ഈ നഷ്ടം നികത്തി പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ട്രേഡർക്ക് പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ പാലിച്ച് മുന്നോട്ട് പോയാൽ ട്രേഡിങ്ങിൽ നിലനിൽക്കാൻ കഴിയും. അതോടൊപ്പം തോൽക്കുന്ന ട്രേഡിൽ 100 രൂപ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ വിജയിക്കുന്ന ട്രേഡിൽ അതിന്റെ 2 അല്ലെങ്കിൽ 3 ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്